എങ്ങനെയാടി ഇത്രയും വലിയൊരു ചതി നിനക്കൊരാളോട് ചെയ്യാൻ പറ്റുന്നേ? നവീന്റെ കൂടെ ആത്മാർത്ഥമായിട്ട് നടക്കുന്നു എന്നല്ലാതെ മാണിക്കുഞ്ഞ് നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഇത്രയും നാണക്കേട് സഹിച്ച അവനോട് ഇനി എന്താണ് ഈ കുടുംബം പറയേണ്ടത്? നിർമ്മലേ, ഒരിക്കൽ പോലും ഒരു കുടുംബത്തിന്റെ താല്പര്യം എന്ന നിലയ്ക്ക് നിർമ്മലയോ ഭർത്താവോ മകളോ പെരുമാറിയിട്ടില്ല. എത്ര തവണയാ നിന്നോട് അമ്മയും നന്ദേട്ടനും ക്ഷമിച്ചിട്ടുള്ളത്? ഓരോ തവണയും അവരുടെ പ്രതീക്ഷ നിങ്ങൾ നന്നാവൂന്നല്ലേ? ഇവര് നന്നാവില്ല സുമിത്രേ. അതിനെക്കുറിച്ച് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നിട്ട് പറയേ, നീയും ആ ജ്വല്ലറി ഉടമയും കൂടി മാറ്റി വെച്ചിരിക്കുന്ന ആഭരണങ്ങൾ എവിടെയാ? പറ. പറയാൻ. അത് ഞാൻ അയാളുടെ നിന്ന് തിരിച്ചു വാങ്ങിച്ചു തരാം. ഇനി അത് അമ്മായിക്ക് തിരിച്ചു കിട്ടത്തില്ല. ആഭരണങ്ങൾ മാണിക്കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടില്ല എന്ന് അയാൾ പറഞ്ഞ അമ്മായിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാൾ അങ്ങനെ ചെയ്യൂടി? നിന്നെ പറ്റിക്കൂ? പറ്റിക്കും. ചതിയന്മാരായ നിങ്ങളെ ആര് വേണമെങ്കിലും പറ്റിക്കും. നീ നഷ്ടപ്പെടുത്തിയതേ കാലാകാലങ്ങളായി ഈ കുടുംബത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പരമ്പരാഗത ആഭരണങ്ങളാ. അതിന്റെ വില നിനക്ക് മനസ്സിലാവില്ല. കുടുംബത്തിന്റെ അന്തസ് അറിയാവുന്നവർക്കല്ലേ കാത്തു സൂക്ഷിക്കുന്ന മുതലിന്റെ വിലയറിയാവൂ. മുത്തശ്ശി, ആഭരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മുത്തശ്ശി, കളരിക്കൽ തറവാട്ടിന്റെ പൈതൃകമായ എല്ലാ ആഭരണങ്ങളും ഇതിലില്ലെന്ന് നോക്കിക്കോ. നോക്കാനൊന്നുമില്ല മോളെ. എനിക്ക് മോളെ വിശ്വാസോ. നോക്കണം മുത്തശ്ശി, നാളെ ഒരു സമയം ഗാഥ കൊണ്ടുവന്ന പെട്ടിയില് മുഴുവൻ ആഭരണങ്ങളും ഇല്ലാന്നുള്ള കഥ കൂടി ഇവര് പറഞ്ഞുണ്ടാക്കും.